സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. വിളക്ക് പറയുടെ കീഴിൽ വെക്കാറുണ്ടോ? കട്ടിലിനടിയിലും വെക്കാൻ പറ്റും. നമ്മുടെ വിളക്ക് നമുക്ക് പറയുടെ കീഴിലും വെക്കാം, കട്ടിലിനടിയിലും വെക്കാം. കാരണം എന്താ? അത് ജ്വലിക്കുന്നില്ല. കത്തുന്നുണ്ടെങ്കിൽ പറയുടെ കീഴിൽ വെക്കാൻ പറ്റിയല്ല, കട്ടിലിനടിയിലും വെക്കാൻ പറ്റിയല്ല. പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിളക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. കാരണം അതൊന്നും ഒരു അപകടവും വരികയില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു അപകടവും ഇല്ലാത്ത ആൾക്കാരാണ്. കത്തുന്നുണ്ടോ? വിളക്കാണോ? ആ വിളക്ക് എന്ന് പറഞ്ഞാൽ കത്തുന്ന വിളക്കായിരിക്കണം. അങ്ങനെയെങ്കിലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം പ്രദക്ഷിണം നടക്കുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രദക്ഷിണം നടക്കുക ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ. വലിയ ആൾക്കാരിങ്ങനെ ക്യൂ പോയിക്കൊണ്ടിരിക്കുക. ഒരു ചേട്ടനാണെങ്കിൽ എന്തോ മണ്ണിട്ട് മൂടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളീനെയാണോ അതോ കൃഷിയാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. എങ്കിലും ഞാൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ചേട്ടാ ഇത് പ്രദക്ഷിണമാണ്. സ്നേഹമുള്ള സഹോദര സഹോദരി, നമുക്ക് എന്നായി തിരിച്ചറിവ് കിട്ടുന്നത്? ഇതുവരെയും ദേവാലയത്തിൽ പോയിട്ടും ഇപ്പോഴും മാർക്കറ്റിൻ്റെ അവസ്ഥയാണ്. അന്ന് ചാട്ടവാറെടുത്ത് ഈശോ വന്നായിരുന്നു അല്ലേ? ഇനിയും വരണോ? നമ്മൾ എവിടെയാ പോകുന്നെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടോ? അവിടെ വെച്ചെങ്കിലും പ്രദർശന സമയത്ത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടുകാര്യം പങ്കുവയ്ക്കരുത്, ഷെയർ ചെയ്യരുത്, പുലിമുരികളുടെ കഥ പറയരുത്. ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ സെബസ്ത്യാനോസിനെ ധ്യാനിച്ചും അല്ലെങ്കിൽ ഈശോയുടെ വഴിയെ നടന്ന ഒരു വിശുദ്ധന്റെ പുറകെയാണ് പോകുന്നതെന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ഇതൊക്കെ ആര് പറയാനല്ല, നമുക്കൊന്ന് വരണ്ടേ എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ദേവസ്വപിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.